Hello my dear students, welcome to Learner's World. Today I talk about Module 1 Understanding Fiction. What is fiction? Work of fiction is created in the imagination of its author. അതായത് ഒരു ഓതറുടെ ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്കിനെയാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. The author invents the story and makes up the characters, the plot or storyline, the dialogue and sometimes even the setting. അപ്പോൾ ഈ ഓതറുടെ ഇമാജിനേഷനിൽ വരുന്ന ആ ഒരു വർക്കിൽ അദ്ദേഹം തന്നെയാണ് സ്റ്റോറി ഇൻവെൻറ്റ് ചെയ്യുന്നതും അതുപോലെ ക്യാരക്ടേഴ്സിനെ ഇൻവെൻറ്റ് ചെയ്യുന്നതും പ്ലോട്ട് ഇൻവെൻറ്റ് ചെയ്യുന്നതും സ്റ്റോറി ലൈൻ ഇൻവെൻറ്റ് ചെയ്യുന്നതും ഡയലോഗ് ഇൻവെൻറ്റ് ചെയ്യുന്നതും സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ഇൻവെൻറ്റ് ചെയ്യുന്നതും എല്ലാം ഓതറാണ് എന്നാണ് പറയുന്നത്. എ ഫിക്ഷണൽ വർക്ക് ഡസ് നോട്ട് ക്ലൈം ടു ടെൽ എ ട്രൂ സ്റ്റോറി. ഒരു ഫിക്ഷണൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റോറി അല്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു സ്റ്റോറിയല്ല ഫിക്ഷണൽ സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് ഫിക്ഷണൽ സ്റ്റോറി ഇമാജിനേഷൻ ഓഫ് ദ ഓതർ ആണ് എന്നാണ് പറയുന്നത്. Instead, it immerses us in the experiences that we may never have in real life, introduces us to types of people we may never otherwise meet, and takes us to places we never visit in any other way. അപ്പോൾ ഒരു ഫിക്ഷൻ എന്ന് പറയുന്നത് ഇമാജിനേഷൻ ഓഫ് ദ ഓതറാണ് അല്ലേ. അപ്പോൾ അതായത് ഈ ഒരു ഓതറിൻ്റെ ഇമാജിനേഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്കിനെയാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിക്ഷനിൽ ആ ഒരു ഇമാജിനേഷനിലാണ് അദ്ദേഹം ഈ ഒരു ക്യാരക്ടേഴ്സിനെ ഇൻവെൻറ്റ് ചെയ്തതും പ്ലോട്ട് ഇൻവെൻറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ഫിക്ഷനിൽ കാണുന്ന ക്യാരക്ടേഴ്സിനെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ എവിടെയും കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ആ ഒരു ഫിക്ഷനിൽ കാണുന്ന പ്ലേസസ് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ എവിടെയും കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. Fiction can inspire us, engages in new ideas. ഫിക്ഷൻ നമ്മളെ ഇൻസ്പയർ ആക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ന്യൂ ഐഡിയാസിലൊക്കെ നമ്മളെ എൻഗേജ് ചെയ്യാൻ ഫിക്ഷൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് us see ourselves and our world in new and interesting way. അതുപോലെ നമ്മളെ ഫിക്ഷൻ സഹായിക്കുന്ന ഒരു കാര്യം നമ്മളെയും നമ്മൾ ജീവിക്കുന്ന വേൾഡിനെയും ഒക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ നമ്മളെ ഫിക്ഷൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ. Fiction derived from the Latin word fictus. It means to form. ഫിക്ഷൻ എന്നുള്ളത് ഫിക്റ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാറ്റിൻ വേർഡ് നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് ടു ഫോം എന്നുള്ളതാണ്. എക്സാമ്പിൾ ടു പോർട്രേ ഫിക്ഷൻ ഈസ്. ഇനി ഈ ഒരു ഫിക്ഷൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് ബൈ ജെയിൻ ഓസ്റ്റൻ. അതായത് ജെയിൻ ഓസ്റ്റൻ്റെ ഒരു ഫേമസ് നോവലായിട്ടുള്ള പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് ഫിക്ഷൻ ഒരു എക്സാമ്പിൾ ആണ് എന്നാണ് പറയുന്നത്. ദിസ് സ്റ്റോറി സെറ്റ് ഇൻ എ റിയൽ ലൈഫ് ലൈക്ക് സെറ്റിംഗ്. ഈ ഒരു സ്റ്റോറി ഒരു റിയൽ ലൈഫ് സെറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ആൾ ക്യാരക്ടേഴ്സ് ആർ ഹ്യൂമൻസ്. ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ ഹ്യൂമൻസ് ആണ്. ആൻഡ് നോ മാജിക്കൽ ഓർ സ്ട്രേഞ്ച് ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ് ഇൻ ദിസ് നോവൽ. ഇതിൽ മാജിക്കൽ ഇവൻറ്റ്സ് ഒന്നുമില്ല, ഇതിൽ റിയൽ ഇവൻറ്റ്സ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. All of the characters and the entire story is made up narrative, each element the product of Jane Austen's imagination. അതായത് ഇതിലുള്ള ഈ ഒരു സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സും അതുപോലെ സെറ്റിങ്ങും ഒക്കെ നമ്മളെ ഓതർ ജെയിൻ ഓസ്റ്റൻ്റെ ഇമാജിനേഷനിൽ വന്നിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. She not only present the issues of contemporary life faced by middle class families. അതായത് ഈ ജെയിൻ ഓസ്റ്റന് ഈ ഒരു പ്രൈഡ് ആൻഡ് പ്രജുഡൈസിൽ അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കണ്ടംപററി ഇഷ്യൂസ് മാത്രമല്ല പോർട്രേ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ബട്ട് ഓൾസോ ഡെയിലി പ്രിയോക്കുപ്പേഷൻ ഓഫ് ദ കോമൺ പീപ്പിൾ. പക്ഷെ എന്താണ്, അതായത് കോമൺ പീപ്പിൾസിൻ്റെ ചിന്താഗതികളും ഒക്കെ ഈ ഒരു നോവലിൽ നമുക്ക് ഈ ഒരു ഫിക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദ നോവൽ പ്രസൻസ് എ ഗുഡ് ഫിക്ഷൻ ഓഫ് ആക്ച്വൽ ലൈഫ് ഓഫ് 19th century. അതായത് ഈ ഒരു നോവൽ 19th centuryയിലെ ഒരു ആക്ച്വൽ ലൈഫ് റിയൽ ലൈഫൊക്കെ പോർട്രേ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഫിക്ഷൻ ആണെന്നാണ് പറയുന്നത്. ദെൻ ഐ ടോക്ക് അബൌട്ട് ഫങ്ഷൻ ഓഫ് ഫിക്ഷൻ. അതായത് ഈ ഒരു ഫിക്ഷൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. ദ ഫങ്ഷൻ ഓഫ് ഫിക്ഷൻ ഈസ് ടു എൻ്റർടൈൻ, എഡ്യൂക്കേറ്റ് ആൻഡ് ഇൻസ്പയർ ദ റീഡേഴ്സ് ആൻഡ് ദ ഓഡിയൻസ്. അതായത് ഈ ഒരു ഫിക്ഷൻ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then I talk about elements of fiction. There are 6 elements in
fiction. First one is character, second one is plot, third one is point of view, fourth one is setting, and fifth one is style, and sixth one is theme. First one is character. Character is a figure in a literary work. അതായത് ഒരു ലിറ്റററി വർക്കിലുള്ള ഒരു ഫിഗർ. ഇറ്റ് മേ ബി എ ഫീമെയിൽ ഓർ മെയിൽ. And E.M. Forster makes a distinction between flat and round characters in his book Aspects of the Novel. It published in 1927. E.M. Forster ഈ ഒരു ക്യാരക്ടറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കായിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ ഫ്ലാറ്റ് ആൻഡ് റൗണ്ട് ക്യാരക്ടറായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. Flat character. Flat characters are two-dimensional in that they are relatively uncomplicated and do not change throughout the course of a work. അതായത് ഫ്ലാറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ടു ഡയമെൻഷനൽ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അൺകോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഡ് ഡു നോട്ട് ചേഞ്ച് ത്രൂ ഔട്ട് ദ കോഴ്സ് ഓഫ് വർക്ക്. അതായത് ഈ ഫ്ലാറ്റ് ക്യാരക്ടർ അത്ര പ്രശ്നക്കാരനല്ല, അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഫ്ലാറ്റ് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അതുപോലെ ഇതൊരു സ്റ്റാറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഈ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ അതിന് പ്രത്യേകിച്ച് ഒരു ചേഞ്ചൊന്നും ഇല്ലാത്ത ഒരു സ്റ്റാറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് ഫ്ലാറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, The protagonist Huck in The Adventures of Huckleberry Finn by Mark Twain is the example of flat character. അതായത് മാർക്ക് ട്വെയിൻ്റെ ഒരു നോവലുണ്ട് ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ. അതിലുള്ള ഒരു ക്യാരക്ടറാണ് ഹക്ക്. ഹക്ക് എന്നുള്ള ക്യാരക്ടർ ഒരു ഫ്ലാറ്റ് ക്യാരക്ടറിൻ്റെ എക്സാമ്പിൾ ആണ് എന്നാണ് പറയുന്നത്. Then I talk about round character. Round characters are complex and undergo development sometimes sufficiently to surprise the reader. റൗണ്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറയുന്നത്. അതായത് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ ഇതിന് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ റീഡറിനെ കൂടുതൽ സർപ്രൈസ് ആക്കുന്നത് റൗണ്ട് ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, എലിസബത്ത് ബെന്നറ്റ് ഇൻ ജെയിൻ ഓസ്റ്റൻസ് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്. അതായത് ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിൽ ഒരു ക്യാരക്ടറാണ് എലിസബത്ത് ബെന്നറ്റ്. ഷീ ഈസ് ദ എക്സാമ്പിൾ ഓഫ് റൗണ്ട് ക്യാരക്ടർ. ഓക്കെ, ദെൻ ഐ ടോക്ക് അബൌട്ട് അനദർ എലമെൻറ്റ് ഓഫ് fiction is plot. The plot of a work of fiction is its storyline, the ordered sequence of events that make up the story. അതായത് ഒരു സ്റ്റോറിയിൽ ഒരു ഫിക്ഷനിലെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറി ലൈനാണ് അതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അതുപോലെ അതെങ്ങനെയാണ് ഓർഡേർഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, ആ ഒരു ഇവൻറ്റ്സിനെ എങ്ങനെയാണ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആ പ്ലോട്ടിനെ കാണിക്കുന്നത്. ദ പ്ലോട്ട് ഷോസ് ദ റീഡേഴ്സ് വാട്ട് ഹാപ്പൻസ് ടു ദ ക്യാരക്ടേഴ്സ് ആസ് വെൽ ആസ് ദ ക്യാരക്ടേഴ്സ് റിയാക്ഷൻസ് ടു ദീസ് ഒക്കറൻസസ് ആൻഡ് ദ കോംപ്ലക്സ് കോൺസിക്വൻസസ് ഓഫ് ദെയർ ആക്ഷൻ. ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ്, അവരുടെ റിയാക്ഷൻസ്, അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ അവരുടെ റിയാക്ഷൻസൊക്കെ നമുക്ക് ഈ ഒരു പ്ലോട്ടിലൂടെ കാണാൻ കഴിയും. അപ്പോൾ പ്ലോട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ഫിക്ഷൻ. Then elements of a plot. There are 5 elements of a plot. First one is exposition or introduction, and second one is rising action, and third one is climax, and fourth one is falling action, and fifth one is resolution. First one is exposition or introduction. This is the beginning of the story where characters and setting are established. The conflict or main problems is introduced as well. എക്സ്പോസിഷൻ എന്ന് പറയുന്നത് ആ സ്റ്റോറിയുടെ ബിഗിനിങ് ആണെന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ക്യാരക്ടേഴ്സിനെയും അതുപോലെ സെറ്റിംഗ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ ഒരു എക്സ്പോസിഷൻ പാർട്ടിലാണ്. അതുപോലെ ദ കോൺഫ്ലിക്റ്റ്, മെയിൻ പ്രോബ്ലംസ്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു എക്സ്പോസിഷൻ പാർട്ടിലാണെന്നാണ് പറയുന്നത്. Then another one is rising action, which occurs when a series of events build up to the conflict. റൈസിങ് ആക്ഷനിലാണ് എന്ത് കോൺഫ്ലിക്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നതൊക്കെ റൈസിങ് ആക്ഷനിലാണ്. ദ മെയിൻ ക്യാരക്ടേഴ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ടൈം ദ റൈസിങ് ആക്ഷൻ ഓഫ് എ പ്ലോട്ട് ഒക്കേഴ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവൻറ്റ്സ് ബിഗിൻ ടു ഗെറ്റ് കോംപ്ലിക്കേറ്റഡ്. ഈ റൈസിങ് ആക്ഷനിലാണ് ഇവൻറ്റ്സ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആവുന്നത്, കൂടുതൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ റൈസിങ് ആക്ഷനിലാണ് എന്നാണ് പറയുന്നത്.
It is during this part of a story that excitement, tension or crisis is encountered. അതുപോലെ റീഡർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതും ടെൻഷൻ ഉണ്ടാക്കുന്നതും ക്രൈസിസ് ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരു റൈസിങ് ആക്ഷനിലാണ് എന്നാണ് പറയുന്നത്. Then I talk about climax. In the climax or the main point of the plot, there is a turning point of the story. Climax ആണ് എന്ത് മെയിൻ പോയിന്റ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ക്ലൈമാക്സ് ആണ്. This is meant to be the moment of highest interest and emotion, leaving the reader wondering what is going to happen next. അതായത് ഈ ക്ലൈമാക്സിലാണ് റീഡർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ അവർക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നതും അവർ വണ്ടർ അടിച്ചിരിക്കുന്നതും, അതായത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വണ്ടർ അടിച്ചിരിക്കുന്നതൊക്കെ ക്ലൈമാക്സിലാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫോളിങ് ആക്ഷൻ. Falling action or the winding up of the story occurs when events and complications begin to resolve. The result of the action of the main characters are put forward. ഫോളിങ് ആക്ഷൻ ആണ് എന്ത് വൈൻഡ് അപ്പ് ഓഫ് ദ സ്റ്റോറി. അതായത് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഫോളിങ് ആക്ഷനിലാണെന്നാണ് പറയുന്നത്. ഇവിടെയാണ് ആ ഒരു കോംപ്ലിക്കേറ്റഡ് ഇവൻറ്റ്സ് ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവായിട്ട് ഇതൊരു റിലാക്സ് സ്റ്റേജിലേക്ക് എത്തുന്നതൊക്കെ ഫോളിങ് ആക്ഷനിലാണെന്നാണ് പറയുന്നത്. ഓക്കെ. Then resolution or the conclusion is the end of a story which may occur with either a happy or a tragic ending. Resolution എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോറിയുടെ കൺക്ലൂഷനാണ്, അതായത് ഈ എൻഡ് ഓഫ് എ സ്റ്റോറിയാണ്. അത് എൻഡ് ചെയ്യുന്നത് ഒന്നുകിൽ എന്തായിരിക്കും, ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രാജിക് എൻഡിങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. Next, point of view. Point of view is the important element of fiction. Point of view is the eyes through which a story is told. അതായത് ഈ സ്റ്റോറി പറയുന്ന, അതായത് ഈ സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത് ഏത് കണ്ണിലൂടെയാണ് എന്നുള്ളതാണ് പോയിന്റ് ഓഫ് വ്യൂ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ നരേറ്റീവ് വോയിസ് ത്രൂ വിച്ച് റീഡേഴ്സ് ഫോളോ ദ സ്റ്റോറീസ് പ്ലോട്ട്, മീറ്റ് ഇറ്റ്സ് ക്യാരക്ടേഴ്സ്, ഡിസ്കവർ ഇറ്റ്സ് സെറ്റിംഗ് ആൻഡ് എൻ്റർ ഇൻ ടു ഇറ്റ്സ് റിലേഷൻഷിപ്പ്, ഇമോഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. അതായത് ഈ ഒരു നരേറ്ററുടെ വോയിസിലൂടെയാണ് റീഡർക്ക് എന്ത് മനസ്സിലാവുന്നത്, ഈ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ്, അതിൻ്റെ ആ സ്റ്റോറിയുടെ പ്ലോട്ട്, സെറ്റിങ്, ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്പ്, ഇമോഷൻസ്, കോൺഫ്ലിക്ട്സ് ഒക്കെ ഈ ഒരു നരേറ്ററുടെ വോയിസിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു നരേറ്റ് ചെയ്യുന്നതാണ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു സ്റ്റോറി എങ്ങനെയാണ്, ആരുടെ വോയിസിലൂടെയാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്, അതാണ് പോയിന്റ് ഓഫ് വ്യൂ. ദെൻ ടൈപ്സ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂ. First person point of view, second person point of view and third person point of view. First person point of view. In the first person point of view, one of the story's characters serves as a narrator and readers watch the story unfold through that character's eyes. അതായത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ആ സ്റ്റോറിയിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ആ സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ നരേറ്റ് ചെയ്യുന്ന ഇതാണ് ഈ ഒരു റീഡർ മനസ്സിലാക്കുന്നത് എന്ത്, ആ ക്യാരക്ടറുടെ നരേഷനിലൂടെയാണ് ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനെയും അതുപോലെ ആ സ്റ്റോറിയുടെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ആ ഒരു ക്യാരക്ടറുടെ നരേഷനിലൂടെയാണെന്നാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. Character or narrator speaks to readers in his or her own voice using pronoun I. അപ്പോൾ ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടർ ആ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്, റീഡർക്ക് മുന്നിൽ നരേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറുടെ വോയിസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് പ്രോനൗൺ ഐ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നരേറ്റർ നരേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഷാർലറ്റ് ബ്രോണ്ടേസ് ജെയിൻ എയർ, നരേറ്റഡ് ബൈ ദ ടൈറ്റിൽ ക്യാരക്ടർ. അതായത് ജെയിൻ എയർ ഷാർലറ്റ് ബ്രോണ്ടയുടെ ഒരു നോവലാണ് ജെയിൻ എയർ. അപ്പോൾ ഈ ഒരു ജെയിൻ എയർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ ക്യാരക്ടർ ജെയിൻ എയർ തന്നെയാണ് എന്ത് ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിന് എക്സാമ്പിളാണ്. അനദർ എക്സാമ്പിൾ ഈസ് ഹാർപ്പർ ലീസ് ടു കിൽ എ മോക്കിംഗ് ബേർഡ് ഇൻ വിച്ച് എ ചൈൽഡ് ക്യാരക്ടർ ടെൽസ് ദ സ്റ്റോറി. അതായത് ഹാർപ്പർ ലീയുടെ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നുള്ളതിൽ ഒരു ചൈൽഡ് ക്യാരക്ടറാണ് ഈ ഒരു സ്റ്റോറി ടെൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിന് എക്സാമ്പിളാണ് എന്നാണ് പറയുന്നത്.
Next, second person point of view. The second person point of view is relatively rare because it makes the reader a character in the story and directly addresses the reader as you. അതായത് സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അധികം വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കാറുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇത് ഒരു റീഡറെ ഡിറക്റ്റ്ലി അഡ്രസ്സ് ചെയ്തിട്ട് റീഡറെ യു എന്നുള്ളത് അഡ്രസ്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ. Then third person point of view. In third person point of view, the narrator is someone outside the story. അതായത് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നരേറ്റർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സ്റ്റോറി, അതായത് സ്റ്റോറിയുടെ പുറത്തുള്ള ഒരാളാണ് അത് നരേറ്റ് ചെയ്യുന്നത്. വോ യൂസസ് ദ പ്രോനൗൺസ് ലൈക്ക് ഹീ ഷീ ആൻഡ് ദേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. ടു ഡിസ്ക്രൈബ് ക്യാരക്ടേഴ്സിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹീ ഷീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതാണ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. Then types of third person point of view. അതായത് 3 types of third person point of view ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഒബ്ജക്റ്റീവ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ദ ലിമിറ്റഡ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ദ omniscient തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് ദ ഒബ്ജക്റ്റീവ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ in which the narrator knows or reveals nothing about the character's internal thoughts, feelings and motivations. ഇത് ഒബ്ജക്റ്റീവ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇതിൽ നരേറ്റർ അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റേർണൽ തോട്ട്സും ഫീലിങ്സും ഇമോഷൻസും ഒന്നും റിവീൽ ചെയ്യൂല എന്നാണ് പറയുന്നത്. ബട്ട് സ്റ്റിക്സ് ടു ദ എക്സ്റ്റേണൽ ഫാക്ട്സ് ഓഫ് ദ സ്റ്റോറി. അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റേർണൽ തോട്ട്സും ഇമോഷൻസും ഒന്നും അവരിവിടെ റിവീൽ ചെയ്യില്ല. ഇതാണ് ഒബ്ജക്റ്റീവ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ആസ് ഇൻ ദ നത്താനിൽ ഹാത്തോൺസ് ദ സ്കാർലെറ്റ് ലെറ്റർ. ഈ ഒരു ദ ഒബ്ജക്റ്റീവ് ഓഫ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നത്താനിയൽ ഹാത്തോണിൻ്റെ ഒരു നോവലായിട്ടുള്ള ദ സ്കാർലെറ്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റേർണൽ തോട്ട്സും ഇമോഷൻസും ഒന്നും അതിലുള്ള നരേറ്റർ റിവീൽ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ലിമിറ്റഡ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ in which the narrator describes the internal thoughts, feelings and motivations of one character, usually the main character, as in J.K. Rowling's Harry Potter. ഇതിൽ പറയുന്നത് അതായത് ഈ നരേറ്റർ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റേർണൽ തോട്ട്സും ഫീലിങ്സും ഒക്കെ റിവീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ മെയിൻ ക്യാരക്ടറിൻ്റെ ഇൻറ്റേർണൽ തോട്ട്സും ഇമോഷൻസും മാത്രമേ റിവീൽ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും റിവീൽ ചെയ്യുന്നില്ല, ഓൺലി മെയിൻ ക്യാരക്ടറിൻ്റെ മാത്രമേ അവർ റിവീൽ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ദ ലിമിറ്റഡ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ആസ് ഇൻ J.K. റൗളിങ്സ് ഹാരി പോട്ടർ. J.K. റൗളിൻ്റെ ഹാരി പോട്ടറിൽ നമുക്ക് ദ ലിമിറ്റഡ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ കാണാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ദെൻ the omniscient third person point of view in which the narrator knows and at least partially reveals the internal thoughts, feelings and motivations of all the characters, as in E.B. White's Charlotte's Web. അതായത് omniscient തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് നരേറ്ററിന് അറിയാം എന്ത് ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റേർണൽ തോട്ട്സും ഫീലിങ്സും ഒക്കെ, അപ്പോൾ അവർ പാർഷ്യലി മാത്രമേ റിവീൽ ചെയ്യുന്നുള്ളൂ. അതായത് പാർഷ്യലി മാത്രമേ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇൻറ്റേർണൽ തോട്ട്സും ഫീലിങ്സും ഒക്കെ റിവീൽ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. E.B. വൈറ്റിൻ്റെ ഷാർലറ്റ്സ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നമുക്ക് ദ omniscient തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദെൻ ഐ ടോക്ക് അബൌട്ട് another element of fiction, setting. Setting is the time and place or when and where of the story. Setting എന്ന് പറയുന്നത് ടൈം ആൻഡ് പ്ലേസ് ഓഫ് ദ സ്റ്റോറിയാണ്. അതായത് എവിടെ വെച്ചിട്ടാണ് ആ സ്റ്റോറി നടക്കുന്നത്, എപ്പോഴാണ് ആ സ്റ്റോറി നടക്കുന്നത് എന്നുള്ളതൊക്കെയാണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ എക്സ്പോസിഷൻ ഓഫ് ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി. അതായത് നമ്മൾ പ്ലോട്ടിൻ്റെ ഒരു എലമെൻറ്റ് പറഞ്ഞു എക്സ്പോസിഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പോസിഷനിലാണ് നമുക്ക് സെറ്റിങ് കാണാൻ കഴിയുന്നത്. അവിടെയാണ് ഈ ഒരു സ്റ്റോറിയുടെ സെറ്റിംഗ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എക്സ്പോസിഷൻ പാർട്ടിലാണെന്നാണ് പറയുന്നത്. എലോങ് വിത്ത് ദ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ സെറ്റിംഗ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എക്സ്പോസിഷൻ പാർട്ടിൽ.
The setting may also include the environment of the story, which can be made up of the physical location, climate, weather, or social and cultural surroundings. ഈ ഒരു സെറ്റിംഗ് നമ്മൾ ഡിസ്ക്രൈബ് എക്സ്പോസിഷൻ പാർട്ടിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, അതായത് ആ ഒരു സ്റ്റോറി നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു എൻവിയോൺമെൻറ്റ് ഓഫ് ദ സ്റ്റോറി, എൻവിയോൺമെൻറ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും, അതുപോലെ ഫിസിക്കൽ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും, അതുപോലെ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ക്ലൈമറ്റ്, വെതർ, അതുപോലെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സറൗണ്ടിങ്സ് ഒക്കെ നമ്മൾ ആ ഒരു എക്സ്പോസിഷൻ പാർട്ടിൽ സെറ്റിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് Style is an important element of fiction. Style in fiction is a writer's verbal identity. സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഫിക്ഷനിൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു റൈറ്ററുടെ വെർബൽ ഐഡൻറ്റിറ്റിയാണ്. അതായത് ഒരു റൈറ്റർ എങ്ങനെയാണ് വേർഡ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സ്റ്റൈലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിച്ച് ഹി ഓർ ഷീ കൺസ്ട്രക്ട്സ് ബൈ ചൂസിങ് വേരിയസ് വേർഡ്സ്, പുട്ടിങ് ദോസ് വേർഡ്സ് ടുഗദർ ഇൻ പെർട്ടിക്കുലർ വേസ് ആൻഡ് എംപ്ലോയിങ് സ്പെസിഫിക്കലി സെലക്റ്റഡ് ഫിഗർ ഓഫ് സ്പീച്ച്. സ്റ്റൈൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റൈറ്റർ ഒരു വർക്കിൽ, ഒരു ഫിക്ഷനിൽ എങ്ങനെയാണ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്, അതായത് ഏതൊക്കെ രീതിയിലാണ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഫിഗർ ഓഫ് സ്പീച്ച് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, അതായത് മെറ്റഫറ്, സിമിലി, പെർസോണിഫിക്കേഷൻ, ഇതൊക്കെ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് സ്റ്റൈലിൽ പറയുന്നത്. എ റൈറ്റേഴ്സ് സ്റ്റൈൽ ഈസ് പേഴ്സണൽ ആൻഡ് യൂണിക് ആൻഡ് ഡിസ്റ്റിങ്വിഷസ് ഇസ് ഓർ ഹെർ വർക്ക് ഫ്രം ദാറ്റ് ഓഫ് ഓൾ അതർ റൈറ്റേഴ്സ്. ഒരു റൈറ്ററുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പേഴ്സണലായിരിക്കും, അതുപോലെ യൂണിക്കായിരിക്കും, അത് അദ്ദേഹത്തിൻ്റെ മാത്രം സ്റ്റൈലായിരിക്കും. ആ ഒരു റൈറ്ററുടെ സ്റ്റൈലും വേറൊരു റൈറ്ററുടെ സ്റ്റൈലും തമ്മിൽ ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓരോ റൈറ്റേഴ്സിനും അവരവരുടേതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, then I talk about another element of the fiction is theme. The theme in a story is its underlying message or big idea. അതായത് ഒരു സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത് എന്താണ്? അണ്ടർലൈങ് മെസ്സേജാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നത്, അതാണ് അതിൻ്റെ തീം. അല്ലെങ്കിൽ ഓർ ബിഗ് ഐഡിയ, അതിൽ നിന്ന് നമുക്ക് എന്ത് ഐഡിയ ആണ് കിട്ടുന്നത്, അതാണ് തീം എന്ന് പറയുന്നത്. In other words, what critical belief about life is the author trying to convey in the writing of a novel. അതായത് ഒരു നോവൽ എഴുതുന്ന സമയത്ത് ആ ഒരു റൈറ്റർ എന്ത് മെസ്സേജാണ് റീഡർക്ക് പാസ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി യൂണിവേഴ്സൽ ഇൻ നേച്ചർ. തീം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഇൻ നേച്ചർ ആണെന്നാണ് പറയുന്നത്. വെൻ എ തീം ഈസ് യൂണിവേഴ്സൽ, ഇറ്റ് ടച്ചസ് ഓൺ ദ ഹ്യൂമൻ എക്സ്പീരിയൻസസ് റിഗാർഡ്ലെസ് ഓഫ് റേസ് ഓർ ലാംഗ്വേജ്. അതായത് ഈ തീം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഇൻ നേച്ചർ ആണെങ്കിൽ അത് ഹ്യൂമൻ എക്സ്പീരിയൻസസിനൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ റേസ് ഓർ ലാംഗ്വേജ് ഒന്നും നോക്കാതെ ഹ്യൂമൻ എക്സ്പീരിയൻസസിനെ ടച്ച് ചെയ്തിട്ടുള്ളതാണ് തീം എന്ന് പറയുന്നത്. Okay, I conclude today's topic. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.